ജീവിതത്തിൽ ഇന്നലകളിൽ കൊഴിഞ്ഞുപോയ ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളും, പല തെറ്റുകളിൽ ആണ്ടുപോയ മനുഷ്യൻ അവന്റെ സ്വകാര്യവും പരസ്യവുമായ ജീവിതത്തിലെ പാതകങ്ങൾ അള്ളാഹുവിനോട് കരങ്ങളുയർത്തി ദുആ ചെയ്ത് പാപമോചനത്തിനായി നിറകണ്ണുകളോടെ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോൾ പടച്ചവൻ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ പുറത്തു തരും. കാരണം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, മാപ്പ് തരുന്നവനാണ്. പക്ഷേ നമ്മുടെ സഹജീവികളായ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം ചെയ്ത അക്രമങ്ങൾ ഒരിക്കലും അവരുടെ പൊരുത്തം ലഭിക്കുന്നതുവരെ അള്ളാഹു പുറത്തു തരുകയില്ല എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തെറ്റുകൾ മായ്ച്ചെടുക്കാൻ അവന്റെ പൊരുത്തം വാങ്ങുന്നതിനോടൊപ്പം മറ്റൊരു വഴി കൂടിയുണ്ട്. നമ്മുടെ ഇബാദത്തുകൾക്ക് ശേഷം, നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം അവർക്കു കൂടി വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ആരാണോ നമ്മൾ കാരണം പ്രയാസപ്പെടേണ്ടി വന്നത് അവർക്കു കൂടി വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നീ അന്യരോടൊരു ദുൽമു ചെയ്താലിന്ന് പൊരുത്തപ്പെടിക്കാനും പ്രയാസം വന്ന്, എന്നാൽ പൊറുക്കാൻ വേണ്ടി അവനു നീ തേടണം, അത് സകല നിസ്കാരം കഴിഞ്ഞുടനാകണം. എന്നാൽ നിനക്കതിൽ നിന്ന് മോചനമുള്ളതാ, ദുർറത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ.